നമസ്കാരം. 2026 എന്ന ഈ പുതുവർഷം അഥവാ ആരംഭിക്കാൻ പോകുന്ന ഈ വർഷം എപ്രകാരമായിരിക്കും, അഥവാ മകയിരം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും 2026 എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാകുന്നു. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. 2026 മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പരമായി വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം. എന്നിരുന്നാലും ചെലവ് വർദ്ധിക്കുന്ന ധനപരമായ ചെലവ് വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ചെലവിന് സാധ്യത ഏറിയതായ വർഷം കൂടിയാകുന്നു. അതിനാൽ പണം കൈകളിൽ വന്ന് ചേരും എങ്കിലും ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ദുഷ്കരമായി തീരാം. ഉന്നത വ്യക്തികളിൽ നിന്നും നല്ല ബന്ധം ഉണ്ടാകുവാൻ സാധ്യത വളരെ ഏറെയുള്ള സമയമാണ്. ജീവിതത്തിൽ ഇതിനാൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയായി മാറുവാനുള്ള സാധ്യതകളുണ്ട്. ഉത്തരവാദിത്തങ്ങൾ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന സാഹചര്യമായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് അനാവശ്യമായ ചുമതലകൾ വർദ്ധിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്ന് വരാം. പിന്നീടായിരിക്കും അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുക. പ്രശംസ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. വിവാഹ സാധ്യത വർദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാകുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. തൊഴിൽപരമായ ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരുക, മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പങ്കാളിക്ക് ജോലി മാറ്റം അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാകുന്നു. ഏതൊരു ജോലിയിലാണ് എങ്കിലും ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കണം എന്നില്ല. അതായത് ആഗ്രഹങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, അത് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. എന്നാൽ അനാവശ്യമായ റിസ്ക് ഒഴിവാക്കേണ്ടതായ സാഹചര്യവുമുണ്ട്. നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ തിരികെ ലഭിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നും അകലം പാലിക്കേണ്ടതായ സാഹചര്യമുണ്ട്. ശത്രുക്കളുടെ തന്ത്രങ്ങൾ പൊളിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമൂലം പല രീതിയിലും വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. വിദേശത്ത് അത് അനുകൂലമായ സാഹചര്യം തൊഴിൽപരമോ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ആകാം. പല വഴിയിലും സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതും വർഷാദ്യത്തിൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനം ആകർഷിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നത് വാസ്തവമാണ്.
സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് എന്നാൽ ധനപരമായ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കണം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സൽപ്രവൃത്തികൾ കൂടുതലായും പ്രവർത്തിക്കുവാൻ സാധിക്കുക അതിന് അനുകൂലമായ സമയമാണ്. ധനം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും ശുഭകരമാണ്. ഈ സമയം ധ്യാനം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. കൂടാതെ ഈ സമയം വീട് മാറ്റത്തിന് ഒരു സാധ്യത കാണുന്നു. അത് തൊഴിൽപരമായോ ബിസിനസ് പരമോ ആയോ ആകാം, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളുമായി ബന്ധപ്പെട്ടാകാം. വീട് മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. സാഹിത്യം, കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരാം. ഈ സമയം പുരസ്കാരങ്ങൾ പോലും നേടിയെടുക്കുക, പ്രശസ്തി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ലീഗലായ കാര്യങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. പിതൃസ്വത്ത് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വർഷം പ്രത്യേകിച്ചും സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമായി തീരും. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം വേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ ഭഗവാനെ നിങ്ങൾ നിത്യവും ഭജിക്കുക. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം. വർഷാദ്യം മുതൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. വഴിത്തിരിവ് ജീവിതത്തിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗശമനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. രോഗദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കാം. ചിങ്ങം മുതൽ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൂടുതലായും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച, വിജയങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീട് മോടി പിടിപ്പിക്കുവാനുള്ള തീരുമാനം എടുക്കുകയോ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ വീട് മോടി പിടിപ്പിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ്. കൂടാതെ വർഷാദ്യത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് പ്രത്യേകിച്ചും നെയ്വിളക്കും തുളസിമാലയും സമർപ്പിക്കുക. അതോടൊപ്പം ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും അവിൽക്കിഴി സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ദാരിദ്ര്യ ദുഃഖം ഒഴിവാക്കുവാനും ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനും അത് സഹായകരമായി തീരും. ഉയർച്ച ആർക്കും തടുക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ആ ഒരു വഴിപാട് അഥവാ വഴിപാടുകൾ തീർച്ചയായും ചെയ്യണം. അത് നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും. പണ്ട് അടഞ്ഞ വാതിലുകൾ നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചതായ ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം. തൊഴിൽപരമായ മാറ്റങ്ങൾ അനുകൂലമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാം. തൊഴിൽ മാറ്റം എന്നാൽ ഈ സമയം ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറാം. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായി തരും. കഴിഞ്ഞ 4-5 വർഷത്തെ നിങ്ങളുടെ തീരാത്ത കണ്ണീരിനും ദുരിതങ്ങൾക്കും ഒരു അവസാനം അല്ലെങ്കിൽ ഒരു അറുതി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾക്കും കണ്ണുനീരിനും അറുതി ഒരു പരിധി വരെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണോ ദുരിതപൂർണമായ അവസ്ഥ നിങ്ങൾ നേരിട്ടത് അതിന് ഒരു മാറ്റം വന്നു ചേരും. കൂടാതെ ഈ സമയം ആശ്വാസത്തിന്റെ ഒരു ഇളങ്കാറ്റ് നിങ്ങളിലേക്ക് വന്നു ചേരും. ചില കാര്യങ്ങൾ നേരത്തെ പരാമർശിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തുണയ്ക്കും. പ്രത്യേകിച്ചും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അഥവാ ശത്രുദോഷം ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനും ദേവിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്.
പ്രത്യേകിച്ചും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.